എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് സമ്മർ സ്പെഷ്യൽ വാട്ടർമെലൺ ജ്യൂസാണ്. തണ്ണിമത്തൻ കൊണ്ട് 2 വ്യത്യസ്ത തരത്തിലുള്ള ജ്യൂസ് ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അത് മറക്കാതെ കാണുക. ഇത് തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള വേറൊരു ജ്യൂസാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ദാ ഞാൻ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ദാ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിൽക്ക് മെയ്ഡാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് വാട്ടർമെലൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചെടുത്താൽ മതി. അതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം പഞ്ചസാര ആഡ് ചെയ്യുക. നമ്മൾ ഇതിന് ശേഷം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഒരുപാട് വല്ലാണ്ട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യരുത്. ഇനി അതിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത്. ഇതാ ഈ ഒരു രീതിയിലിരിക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഗ്രൈൻഡ് ആവരുത്. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അതിൽ. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലിരിക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് നന്നായിട്ട് മധുരം ഉണ്ടാവും. പിന്നെ ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവർ മാത്രം പഞ്ചസാര നേരത്തെ നമ്മൾ വാട്ടർമെലൺ അടിച്ചെടുത്തില്ലേ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് ഈ മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു മധുരം മതിയാവും. ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച പാലാണ്. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് സബ്ജ സീഡ്സ് ആണ്. അത് ആദ്യം നമ്മൾ ഒരു 15 മിനിറ്റ് നേരം വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതൊരു 3 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കിതാ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് പകർത്താം. ഈ ജ്യൂസ് ഒരു പ്രാവശ്യം കുടിച്ചാൽ ഇനി നിങ്ങൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റിയാണ്. വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കാൻ അല്ലേ? ഇനി നമുക്കിതാ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വാട്ടർമെലൻ്റെ പീസസ്, തണ്ണിമത്തൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ആ തണ്ണിമത്തൻ്റെ ആ പീസ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചൺ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 2 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഫലൂഡ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് രജനി ഉണ്ണി, പറവൂർ, എറണാകുളം. താങ്ക് യു രജനി ഉണ്ണി. അടുത്തത് കട്ടൻ ചായ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സുമി സിനോയ്, മുംബൈ. താങ്ക് യു സുമി.
ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഫോട്ടോകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതായിരിക്കും. ഞങ്ങൾ അതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മനുക്കുട്ടൻസ് കിച്ചന്റെ ഓരോ വീഡിയോസിലും അവയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡില് വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.